ക്ലിനിക്കിലുണ്ടായ മറ്റൊരു അനുഭവമാണ്. എനിക്ക് വളരെ സങ്കടം ഉണ്ടാക്കിയൊരു അനുഭവം പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ക്ലിനിക്കിൽ ഒരു 40 വയസ്സായ ഒരാൾ വരികയാണ്. അയാളുടെ ജീവിതത്തിൽ ശരീരം കൊണ്ട് വളരെ മനോഹരമായൊരു പുരുഷ ശരീരമുള്ള ഒരാളാണ്. കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളുണ്ട്. പക്ഷേ അയാളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലൊക്കെ ചെറിയ രൂപത്തിൽ സ്ത്രൈണത കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു. ചെറുപ്പം മുതൽ എത്തിങ്ങാനയിൽ പഠിച്ച ആളാണ്. അയാളെ സംരക്ഷിച്ചിരുന്ന ഉമ്മയും ഉപ്പയില്ലാതെ വളർന്ന അയാളെ സംരക്ഷണം കൊടുക്കേണ്ട എത്തിയും മക്കളെ അത്രയധികം ബാധ്യതകൾ ഏറ്റെടുത്തുകൊണ്ട് സംരക്ഷിക്കേണ്ട അയാളെ ദുരുപയോഗം ചെയ്ത കാരണം ഈ രൂപത്തിലായി മാറപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. സ്വവർഗരതി എന്ന് പറയുന്ന ഭയാനകമായ ആ കർമ്മത്തിന് ഇരയാക്കപ്പെട്ടൊരു വ്യക്തി. അയാളുടെ സങ്കടം പറഞ്ഞുകൊണ്ട് വരും. ഇപ്പോൾ മുതിർന്ന ഇത്രയും വലിയ മനുഷ്യനായിട്ടും അയാൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാളെ മിസ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയം പോലും, ഒരു നിമിഷം പോലും നോ പറയാനുള്ള ശേഷി അയാൾക്ക് ഉണ്ടാവുന്നില്ല. അവസാനം ക്ലിനിക്കിൽ കൗൺസിലിങ്ങിന് വരികയാണ്. എങ്ങനെ ഇതിന്ന് റിക്കവർ ആവാൻ പറ്റും? എൻ്റെ മുൻപിൽ എനിക്ക് വന്ന കേസുകളിൽ വളരെ എഫേർട്ട് എടുത്ത ഒരു കേസായിരുന്നു അത്. കാരണം അത്ര മുതിർന്നൊരു മനുഷ്യനാണ്. ചെറിയ കുട്ടികളെ ചേഞ്ച് ആക്കാൻ എളുപ്പമാണ്. അത്രയും വലിയൊരാളെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എഫേർട്ട് എടുക്കേണ്ട ഒരു കാര്യമായിരുന്നു. അൽഹംദുലില്ലാ 4 സിറ്റിങ്ങോട് കൂടിയിട്ട് ആ ഒരു മനുഷ്യനെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വെളിച്ചത്തോട് കൂടിയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിച്ചു. ആ ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് 2 ആഴ്ചയും കൂടെ കഴിഞ്ഞ് അയാൾ ഒരിക്കൽ ക്ലിനിക്കിൽ കയറി വരികയാണ്. വന്ന സമയത്ത് അയാൾ പൊട്ടി കരഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ ഞാൻ വീണ്ടും പഴയ പോലെയായി. എനിക്ക് സങ്കടം തോന്നി, ഭയങ്കര വിഷമം തോന്നി. കാരണം ഞാൻ അയാൾക്ക് റെഗുലറായിട്ട് ചെയ്യേണ്ട കുറേ തെറാപ്പികളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടനെ അതാണ് ചോദിച്ചത്, ഞാൻ പറഞ്ഞു തന്ന തെറാപ്പികളും കാര്യങ്ങളൊന്നും നിങ്ങൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അയാൾ പറഞ്ഞു, എല്ലാം ഞാൻ ചെയ്തിരുന്നു. പക്ഷേ ഒരാഴ്ച മുൻപേ മെഡിക്കൽ കോളേജിൽ ഫ്രീ കൗൺസിലിംഗ് ഉണ്ട് എന്നുള്ള പരസ്യം കേട്ടു. മെഡിക്കൽ കോളേജിൽ ഫ്രീ കൗൺസിലിംഗ് ഉണ്ട് എന്ന പരസ്യം കേട്ട് ഞാൻ ആ കൗൺസിലിങ്ങിന് പോയി. അവിടെ ക്വാളിഫൈഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാരും വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൈക്യാട്രിസ്റ്റുമാരുടെ സഹായത്തോട് കൂടിയിട്ട് കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കൗൺസിലറുടെ അടുത്ത് പോയി ഞാൻ എൻ്റെ ഈ വിഷമങ്ങളൊക്കെ പറഞ്ഞു. ഫ്രീ ആയിട്ട് കൗൺസിലിംഗ് കിട്ടല്ലേ, പഴയതൊക്കെ വീണ്ടും ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു, അതിനെന്താണ് തെറ്റ്? അത് നിങ്ങളുടെ ശരീരവും മനസ്സും നിങ്ങൾക്ക് തരുന്ന ഒരു ഫീലാണ്, നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. അത് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അത് ചെയ്യുന്നതിൽ എന്ത് തെറ്റാണ് ഉള്ളതെന്നൊരൊറ്റ ചോദ്യം മാത്രമാണ് അവിടെ ചോദിക്കപ്പെട്ടത്. അയാളുടെ മനസ്സ് മാറി പഴയ അവസ്ഥയിലേക്ക് അയാൾ മടങ്ങുകയാണ്. അതാണ് നമ്മുടെ ആരോഗ്യം നിലനിർത്തേണ്ട ധാർമ്മികത എന്ന് പറയുന്ന ആ കാര്യത്തിലേക്ക് നമ്മെ എത്തിക്കേണ്ട നമ്മുടെ സമൂഹത്തിൽ നിന്ന് പോലും, മെഡിക്കൽ സയൻസിൻ്റെ വക്താക്കൾ എന്ന് പറയുന്ന ഡോക്ടേഴ്സിൽ നിന്ന് പോലും നമുക്ക് കിട്ടുന്നത് എങ്കിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ സഹായത്തോടു കൂടിയല്ലാതെ ഇത്തരം അപകടങ്ങളിൽ നിന്നും, ഇത്തരം വിഷം വമിക്കുന്ന ഇസങ്ങളിൽ നിന്നും, തിയറികളിൽ നിന്നും നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. മറ്റൊരു മതത്തിൽ അത് തെറ്റല്ല, മറ്റൊരു സിസ്റ്റത്തിലും അത് തെറ്റായ കാര്യമല്ല. നമ്മൾ ഓർക്കണം, ഏറ്റവും കൂടുതൽ ഇസ്ലാമിക് കൗൺസിലിംഗ് ആണ് എനിക്ക് നൽകേണ്ടി വരാറുള്ളത്. ഇസ്ലാമിക് കൗൺസിലിങ്ങിലൂടെ മാത്രമാണ് നമുക്ക് മാത്രമേ ഹലാലും ഹറാമും ഉള്ളൂ, നമുക്ക് മാത്രമേ ധാർമ്മികതയും അധാർമികതയും ഉള്ളൂ. എൻ്റെ കയ്യിലുള്ള ചോറ് വിശക്കുന്ന ഒരാൾക്ക് നൽകിയാലും അത് ചവറ്റുകൊട്ടയിലേക്ക് ഇട്ട് കഴിഞ്ഞാലും ആ 2 ചോറും എടുത്ത് പരിശോധിച്ചാൽ, ശാസ്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി ലാബിൽ വെച്ച് പരിശോധിച്ചാൽ ആ 2 ചോറിലുമുള്ളത് ഒരേ അളവ് കാർബോഹൈഡ്രേറ്റ് ആണ്, ആ 2 ചോറിലുമുള്ളത് ഒരേ അളവ് സ്റ്റാർച്ചാണ്, ആ 2 ചോറിലുമുള്ളത് ഒരേ അളവ് വൈറ്റമിൻസും മിനറൽസുമാണ്. അല്ലേ? ചവറ്റുകൊട്ടയിലിട്ട ചോറിലും വിശക്കുന്ന പട്ടിണി കിടക്കുന്ന ആൾക്ക് കൊടുത്ത ചോറിലും ഒരേ അളവ് വൈറ്റമിൻസും മിനറൽസും ഗുണങ്ങളുമാണ് ഉള്ളത് എങ്കിൽ വിശക്കുന്നവനാണ് ഞാൻ ഭക്ഷണം കൊടുക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നത് നമ്മുടെ ധാർമ്മികതയാണ്. വഴിയിൽ കിടക്കുന്ന ശല്യം പോലും മാറ്റുന്നത് പുണ്യകർമ്മമാക്കി മാറ്റിയ, പുഞ്ചിരി പോലും സ്വതക്കയാക്കി മാറ്റിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം മതം. അല്ലേ? പുഞ്ചിരി സ്വതക്കയല്ലേ? അല്ലേ? ഇപ്പം നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നവരാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, എന്താ ഫിറ്റ്നസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം ഉണ്ടല്ലോ ഒരു കലാശക്കൊട്ട്, കുറേ ഭൂമിക്ക് നോക്കി ചിരിക്കാൻ പറയും, കുറേ ആകാശത്തേക്ക് നോക്കി ചിരിക്കാൻ പറയും, കുറേ 2 സൈഡിലേക്ക് നോക്കി ചിരിക്കാൻ പറയും. നമ്മളൊക്കെ ചിരിക്കലില്ലേ? എന്തിനാ ചിരിക്കണത്? ചിരിച്ചോളി, ചിരിച്ചാൽ ആയുസ് കൂടും. ചിരിച്ചാൽ സൗന്ദര്യം കൂടും. തള്ളി മറിക്കല്ല. എങ്ങനെയാണ് ചിരിച്ചാൽ സൗന്ദര്യം കൂടുന്നത്?
എങ്ങനെയാണ് ജിമ്മത്തെ ട്രെയിനർ പറയാ ചിരിക്കാൻ, അപ്പം നമ്മളങ്ങോട്ട് ചിരിക്കുക, അങ്ങനെയാ? അവിടെ ചിന്തിക്കണ്ടേ? ചിരിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ചിരിക്കുമ്പോൾ ഓക്സിറ്റോസിൻ ഉണ്ടാവുന്നുണ്ട്, സെറോട്ടോണിൻ ഉണ്ടാവുന്നുണ്ട്, ഡോപ്പാമൈൻ ഉണ്ടാവുന്നുണ്ട്. ദീസ് 3 ഹോർമോൺസ് ആർ ഫീൽ ഗുഡ് ഹോർമോൺ. ദീസ് 3 ഹോർമോൺസ് ആർ ഹാപ്പി ഹോർമോൺസ്. ഈ 3 ഹോർമോണുകളും നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഹൃദയമായാലും ശ്വാസകോശമായാലും ലിവർ ആണെങ്കിലും സ്പ്ലീൻ ആണെങ്കിലും പാൻക്രിയാസ് ആണെങ്കിലും ബ്രെയിൻ ആണെങ്കിലും ഇവരുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് അഭിവാജ്യമാണ് അല്ലേ? അതുകൊണ്ട് നമ്മൾ ചിരിക്കും. പിന്നെന്താ പറയണത്? നാളെ പാരൻസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ടീച്ചർ ചോദിക്കും, കൂടെ വന്നത് മോളെ നിൻ്റെ താത്തയാണോന്ന് അല്ലേ? കൂടെ വന്നത് നിൻ്റെ സിസ്റ്റർ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു കുളിരുണ്ട് അല്ലേ? ഒരു വല്ലാത്ത ജാതി എടുത്തു പറയാൻ പറ്റാത്ത ഒരു ഫീലാണത്. അതും കൂടെ ചോദിക്കുമ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ മുഖത്തുള്ള 13 പേശികളും, മുഖത്ത് സംവിധാനിച്ച് വെക്കപ്പെട്ട 13 പേശികളും ഒരേ സമയം ഇളകുന്ന പ്രവർത്തിക്കുന്ന ഒരേ ഒരു ഫീൽ എന്താ, ഒരേ ഒരു ആക്ഷൻ എന്താ? ദാറ്റ് ഈസ് സ്മൈൽ. ചിരിയാണ്. ഇത് ശാസ്ത്രം പറഞ്ഞപ്പോൾ നമ്മൾ ചിരിക്കാൻ തുടങ്ങി. ഇപ്പോൾ എപ്പോഴും ചിരിയാണല്ലേ ഇല്ലേ? ഇപ്പം എപ്പോഴും നമ്മൾ ചിരിക്കും, കാരണം സൗന്ദര്യം കൂടും, ആയുസ് കൂടും, ആരോഗ്യം കൂടും. ഇതൊന്നും അറിയാത്ത കാലത്ത്, ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോടോട് ചിരിക്കാൻ പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ, നിങ്ങൾ ഭൂമിയിലൂടെ വിനയാന്യതരായി നടക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾ പണത്തിൻ്റെയോ സ്ഥാനമാനങ്ങളുടെയോ സമ്പത്തിൻ്റെയോ അടിമകളാവാതിരിക്കുക എന്ന് പഠിപ്പിച്ചു. നമ്മൾ ഓർക്കണം, ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം മതം. ഇറ്റ്സ് ആൻ ഐഡിയോളജി. അതിൻ്റെ സഹായമില്ലാതെ, അത് പഠിപ്പിക്കാതെ സന്തോഷമുള്ള സമാധാനമുള്ള കുടുംബാന്തരീക്ഷം ഉണ്ടാവില്ല. അതിന് ആ ചങ്ങലയുടെ ആദ്യത്തെ 2 കണ്ണികൾ ദൃഢമുള്ളതായി തീരുമാറാവട്ടെ. മക്കൾക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കാൻ സാധിക്കുമാറാവട്ടെ. എന്തൊക്കെയാണ് ആ ഇക്വാലിറ്റി പറയുന്നത്? നമുക്ക് നോക്കാം. അല്ലാൻ്റെ ഹബീബിനോട് ചോദിക്കുകയാണ്, ഏറ്റവും നല്ല ദമ്പതിമാർ, ഏറ്റവും നല്ല ഇണകൾ ആരാണ്? ആ ചോദ്യത്തിനുള്ള മറുപടി അല്ലാൻ്റെ ഹബീബ് പറയുക, ഏറ്റവും മനോഹരമായ ദാമ്പത്യ ജീവിതം മുന്നോട്ട് വെക്കുന്നതിൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും ഗുണങ്ങൾ നമ്മെ ഉണർത്തുകയാണ്. ചെന്നിട്ട് ഒരു ചാർട്ട് പേപ്പറിൽ എഴുതുക. എന്നിട്ട് സിറ്റ് ഔട്ടിൽ, അങ്ങക്ക് സിറ്റ് ഔട്ട് ഉണ്ടാവില്ലല്ലോ അല്ലേ? ഉണ്ടാവോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ആദ്യം കാണുന്ന റൂമിൽ ഒട്ടിച്ച് വെക്കുക, ആദ്യം കാണുന്ന മുറിയിൽ ഒട്ടിക്കുക, ബെഡ്റൂമിൽ ഒട്ടിക്കുക, ഡൈനിങ് ഹാളിൽ ഒട്ടിക്കുക, പറ്റുമെങ്കിൽ ബാത്റൂമിൽ ഒട്ടിക്കുക. കാരണം എന്താ? ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചിലവഴിക്കലോ എവിടെയാ? ആ ജിദ്ദിയിലും അങ്ങനെ തന്നെയാ അല്ലേ? അത് നമ്മളെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുക എവിടെയാ? ബാത്റൂമിൽ തന്നെയാ. എന്തുകൊണ്ടാ ഏറ്റവും കൂടുതൽ സമയം ബാത്റൂമിൽ ചിലവഴിക്കണേ? വെരി ഗുഡ്. ബാത്റൂമിക്ക് ഫോണും കൊണ്ട് നമ്മൾ കയറുന്നതില്ലേ? അല്ല, ഒരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. ബാത്റൂമിലേക്ക് ഫോണും കൊണ്ട് പോയ ഒരാളുടെ അനുഭവം എൻ്റെ അടുത്ത് വന്നൊരു കേസാണ്. ബാത്റൂമിക്ക് മൊബൈൽ ഫോണും കൊണ്ട് കയറി. ആര്? പുയ്യാപ്ല. അങ്ങനെ ബാത്റൂമിൽ എത്തിയ ഉടനെ തന്നെ വാട്സപ്പാണല്ലോ നമ്മൾ തുറക്കുക. വാട്സപ്പ് തുറന്നു, വോയിസുകൾ ഓരോന്നായി കേട്ടുകൊണ്ടിരിക്കുക. ആദ്യത്തെ വോയിസ് ഓണാക്കി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അത് സ്റ്റക്കായി. വീണ്ടും അത് ഓണാക്കി, വീണ്ടും സ്റ്റക്കായി, വീണ്ടും ഓണാക്കി, വീണ്ടും സ്റ്റക്കായി. ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓണാക്കിയും സ്റ്റക്കായും ഓണാക്കിയും സ്റ്റക്കായും ഏകദേശം 10-20 വോയിസ് കേട്ട് കഴിഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് അവസാന ഫോണിൻ്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ ഉണ്ട് എയർപോഡ് ഈസ് കണക്റ്റഡ്. എന്തേനു? എയർപോഡ് ഈസ് കണക്റ്റഡ്. എന്തേ സംഭവിച്ച്? എയർപോഡ് എവിടെയുള്ള? മൂപ്പര് ബാത്റൂമിക്ക് ഫോൺ ഒറ്റക്കാണ് കൊണ്ട് കയറിയത്. എയർപോഡ് ബാത്റൂമിന് പുറത്ത് ബെഡിലാണ് കൂട്ടരെ ഉള്ളത്. ആരെ എയർപോഡ് കണക്ട് ചെയ്തു? ഓള് കയറി വന്നപ്പോൾ ബെഡിൽ എയർപോഡ് കണ്ടു, തുറന്നു, ചെവിയിൽ വെച്ചു. ഇറ്റ്സ് കണക്റ്റഡ്. ആരെ വോയിസ് കേട്ട്? 2 ആളും കൂടി അങ്ങോട്ട് കേട്ട്. എന്നെ കൊണ്ട് കൂടിയാൽ കൂടൂല. ആ കേസ് ഇപ്പോൾ എവിടെയുള്ളത്? മഞ്ചേരി കുടുംബ കോടതിയിൽ. കാരണം എന്താ? തെളിവുകളുണ്ട്. വിത്ത് പ്രൂഫാണ്. വിത്തൗട്ട് പ്രൂഫാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്താം. ഇവിടെ തെളിവുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ കിട്ടിയില്ല. അത് കുടുംബ കോടതിയിലാണ്. സൂക്ഷിക്കുക. ബാത്റൂമിൽ പോയ കുടുംബം നശിക്കുമെന്നത് ഒരു കാര്യം. ആസ് എ ഡോക്ടർ പറയാൻ പറ്റും, കോളൻ ബേസ്ഡ് ആയിട്ടുള്ള സകല അസുഖങ്ങളും ഉണ്ടാവും. അതൊരു പക്ഷേ പൈൽസ് ആവാം, ഫിസ്റ്റുലയാവാം, ഫിഷർ ആവാം, കോൺസ്റ്റിപ്പേഷൻ ആവാം, ഈവൻ കോളൻ ക്യാൻസർ ആവാം.
ഇതിലേതും വരുമെങ്കിൽ ഈ ശാസ്ത്രമൊന്നും വികസിക്കുന്നതിൻ്റെ മുൻപേ, ഈ മൊബൈൽ ഫോണും ഇയർപോഡും എല്ലാം കണ്ടെത്തുന്നതിൻ്റെ മുൻപേ 1500 വർഷങ്ങൾക്ക് മുൻപേ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബാത്റൂം പിശാചിൻ്റെ ഇടമാണ്, അവിടെ കൂടുതൽ സമയം ചിലവഴിക്കരുത്. നിങ്ങൾ ഓർക്കുക, ആണിനെയും പെണ്ണിനെയും കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. പെണ്ണിനോട് പറയുകയാണ്, നീ ഏറ്റവും നല്ല ഇണ അവനെ അനുസരിക്കുന്നവളാവുക. ഏറ്റവും നല്ല സ്ത്രീ നിന്റെ ഇണയെ അനുസരിക്കുന്നവളാവുക. അവൻ നോക്കുമ്പോൾ അവനെ സന്തോഷിപ്പിക്കുന്നവളാവുക. അവൻ്റെ അഭാവത്തിൽ അവളുടെ ശരീരത്തെയും നിങ്ങളുടെ സമ്പത്തിനെയും സംരക്ഷിക്കുന്നവളാണ് എങ്കിൽ സ്വർഗപൂങ്കാവനത്തിൻ്റെ 8 കവാടങ്ങളിൽ തനിക്കിഷ്ടമുള്ള കവാടങ്ങളിലൂടെ പ്രവേശിക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ അവൾ ഒറ്റയ്ക്കല്ല കുടുംബം ഉണ്ടാക്കുന്നത്, അവനുമുണ്ട്. അവനോടും പറയുകയാണ്, അവൾ നിന്നെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ നീ നിന്റെ സ്ത്രീയോട് ഏറ്റവും മനോഹരമായി പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. സംഘടനയിലെ ഏറ്റവും മികച്ചവനായിട്ട് കാര്യമുണ്ടോ? പള്ളീൻ്റെ സെക്രട്ടറി ആയിട്ട് കാര്യമുണ്ടോ? പള്ളിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവനായിട്ട് കാര്യമുണ്ടോ? നാട്ടുകാരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നവനായിട്ട് കാര്യമില്ല. നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവനായിട്ട് കാര്യമില്ല. കൂട്ടുകാർക്കെല്ലാം മികച്ചവനായിട്ട് കാര്യമില്ല. എല്ലാം കഴിഞ്ഞ് ആ ഗേറ്റ് കടന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവിടെയുള്ള അവളോട് ഏറ്റവും മനോഹരമായി പെരുമാറുന്നവനാണ് ഏറ്റവും ഉത്തമനെന്ന് ഹബീബ് കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ അവളോട് അവനെ സന്തോഷിപ്പിക്കാൻ പറയുന്നതോടൊപ്പം അവനോട് പറയുകയാണ്, നീ നോക്കുമ്പോൾ അവളെ നിനക്കിഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ കാണുകയാണ് എങ്കിൽ, നമ്മുടെ നാട്ടിലെന്താ സംഭവിക്കുക? ഇഷ്ടമില്ലാത്ത സ്വഭാവം കാണുകയാണെങ്കിൽ 2 എണ്ണം കൊടുത്തിട്ട് നന്നാക്കണം അല്ലേ? അത് നമ്മൾ ഇടക്കരക്കാരും ഞങ്ങൾ നിലമ്പൂരാരും നിങ്ങൾ ജിദ്ദക്കാരൊക്കെ ഉണ്ടാക്കിയതാ. അള്ളാൻ്റെ ഹബീബ് പറയുന്നത് എന്താ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്കിഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ കാണുകയാണ് എങ്കിൽ നിനക്കിഷ്ടമുള്ള ഒരു സ്വഭാവമെങ്കിലും അവളിലുണ്ടാവും. ഇഷ്ടമുള്ള ഒരു സ്വഭാവമെങ്കിലും ഉണ്ടാവും. ആ സ്വഭാവത്തിലേക്ക് നോക്കിക്കൊണ്ട് നീ സംതൃപ്തി അടയുക, നീ സന്തോഷിക്കുക. നീ അവളെ ശകാരിക്കുകയോ മക്കൾക്ക് മുൻപിൽ വെച്ച് അടിക്കുകയോ ചെയ്യരുത്. നീ കഴിക്കുമ്പോൾ അവളെയും കഴിപ്പിക്കുക, നീ ധരിക്കുമ്പോൾ അവളെയും ധരിപ്പിക്കുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇടയ്ക്കിടെ റസൂലിനോട് ചോദിക്കുമായിരുന്നു, അങ്ങക്ക് എന്നോടുള്ള സ്നേഹം എങ്ങനെയാണ്? ഹബീബ് പറയും, എനിക്ക് നിന്നോടുള്ള സ്നേഹം പിരിക്കപ്പെട്ട കയറ് പോലെയാണ്. ആ കയറിൻ്റെ പിരി എത്ര പേര് ശ്രമിച്ചാലും ഉടയ്ക്കാൻ സാധിക്കുകയില്ല, നിവർത്താൻ സാധിക്കുകയില്ല. ആയിഷ ബീവിക്ക് സന്തോഷം നിറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടെ ചോദിക്കുമായിരുന്നു, ആ കയറിപ്പോൾ എങ്ങനെയുണ്ട് എന്ന്. ഹബീബ് പറയും, ആ കയർ അങ്ങനെ തന്നെ ഉണ്ടെന്ന് പുറേ പോയിട്ട് നമുക്കൊക്കെ ഒന്ന് ചോദിച്ചു നോക്കല്ലേ, അല്ല ആ കയർ എങ്ങനെയുണ്ട് അല്ലേ? ആ മറുപടി ഒന്ന് എഴുതി വെക്കാം നമുക്ക്, ആ കയർ എങ്ങനെയുണ്ട് എന്നുള്ള ചോദ്യത്തിന്. ഒരു പെണ്ണ് ചോദിച്ചില്ലേ, ഒരു സ്ത്രീയോട് അവളുടെ ഇണ ചോദിക്കുക, അല്ലയോ മോളെ, നിനക്കെൻ്റെ ഖദീജയായിക്കൂടെ? നിനക്കെൻ്റെ ഖദീജയായിക്കൂടെ? മുപ്പത്തേര് തിരിച്ചു ചോദിച്ച്, നിങ്ങൾക്ക് എൻ്റെ റസൂലാവാൻ പറ്റുമോ എന്ന്. അപ്പോൾ മൂപ്പര് നിന്നാ ഇത്ര ഗതിയിട്ട് ഖദീജ ആവണ്ട അല്ലേ? കുറച്ച് പണിയാ, കുറച്ച് പ്രയാസമാണ്. ഈ ഖദീജയും ഹബീബുമാവാൻ സാധിക്കുന്നുവെങ്കിൽ, ഈ ആയിഷയും ഹബീബുമാവാൻ സാധിക്കുന്നുവെങ്കിൽ ഉറപ്പു നൽകാം, നമ്മുടെ മക്കളിലുള്ളിൽ ഉണ്ടാവുന്ന എല്ലാ വിചാരങ്ങളും തലോടിക്കൊണ്ട് മടിയിൽ കിടന്നുകൊണ്ട് ഉമ്മയോടും ഉപ്പയോടും പറയും. അവരോട് തുറന്ന് പറയും. യഥാവിധം അവർ നമ്മളെടുത്ത് പറഞ്ഞ് അതിന് മറുപടി നൽകാൻ സാധിക്കും. ഓരോ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അവസാനം അത് എത്തിപ്പെടാറുള്ളത് യഥാസമയത്ത് അത് പറയാൻ ഒരാളില്ലായിരുന്നോ എന്ന പ്രശ്നത്തിലേക്കാണ്. ഇൻഷാ അല്ലാ കുടുംബം എന്ന് പറയുന്ന കൺകുളിർമയേകുമാറാവണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറ്. ഖുർറത്തൈൻ, എൻ്റെയും നിങ്ങളുടെയും കുടുംബം എന്നും കൺകുളിർമയേകുമാറ് ആയിത്തീരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സമ്പത്തും സന്താനങ്ങളും അലങ്കാരമാക്കിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം മതം. ആ സമ്പത്തും ആ സന്താനങ്ങളും അലങ്കോലമായി മാറാതെ എന്നും എൻ്റെ അലങ്കാരമായി തന്നെ മാറണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.